ഇപ്പൊ പവർ കട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് മാറിയോണ്ട് പവർ കട്ട് ഉണ്ടാവില്ല. പവർ കട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രീയമായി നമ്മൾ വിലയിരുത്തണം. ഒന്നാമത്തെ കാര്യം, കാലാവസ്ഥയിൽ ഉണ്ടായ വലിയ വ്യതിയാനം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജൂലൈ മാസം പകുതി കഴിയുമ്പോഴാണ്. ഇക്കാലത്ത് ജൂൺ 1 മുതൽ നമുക്ക് നല്ല മഴ കിട്ടുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നല്ല മഴ കിട്ടുന്നുണ്ട്. ഈ വർഷം മഴ വളരെ കുറവായിരുന്നു. മഴ വളരെ കുറവായിരുന്നു എന്ന് മാത്രമല്ല, ഏതാണ്ട് 33% മഴയാണ് ആവാഹ പ്രദേശത്ത്, നമ്മുടെ പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ ആവാഹ പ്രദേശത്ത് കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 33% എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിന്റെ ഏതാണ്ട് 1/3 ഭാഗം മാത്രമാണ് ഇപ്പോഴും അവിടെ വെള്ളമുള്ളത്. അത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലവൈദ്യുതിയുടെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്, മഴ കുറവായതിന്റെ ഫലമായി കേരളത്തിലെ ശരാശരി വൈദ്യുതി ഉപഭോഗം പ്രത്യേകിച്ചും പീക്ക് ടൈമിൽ ഏതാണ്ട് 50% കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. ഇത് രണ്ടും ഔദ്യോഗികമായി നമ്മുടെ കണക്കുകളാണ്. ഉൽപാദനം കുറയുകയും ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഇവിടുത്തെ 3500 മെഗാവാട്ടിൽ നിന്ന് ഇത്തവണ 4800, അതായത് 33% വർധനവുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പവർ കട്ട് ഉണ്ടാവും. കേരളത്തിൽ പവർ കട്ട് ഉണ്ടാവുന്ന എപ്പോഴും പീക്ക് ടൈമിലാണ്. നമ്മുടെ പകലുള്ള ഉപയോഗം വളരെ കുറവും രാത്രി ഉപയോഗവും വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തീർച്ചയായും പവർ കട്ട് വരുന്നത് സ്വാഭാവികമാണ്. അത് സതീശൻ ഗവൺമെന്റ് വന്നുകൊണ്ട് പവർ കട്ട് വന്നു എന്ന ഇടതുപക്ഷ വിമർശനമൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, മെയ് 19 സതീശന്റെ ഗവൺമെന്റ് അധികാരമേൽക്കുന്നത്. മെയ് 19 വരെ കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അവരെ നിയോഗിച്ച ഇലക്ട്രിസിറ്റി ബോർഡാണ്, അവരെ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരാണ്, അവരാണ് ഡാം കൺട്രോൾ ചെയ്തിരുന്നത്, എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. അതിൽ സതീശനൊന്നും ഇടപാട് പറയാൻ പറ്റില്ല. ഞാൻ ഗവൺമെന്റ് ഭാഗം പറയുന്നതല്ല, സതീശൻ പറയാൻ പറ്റില്ല. മെയ് 19 ശേഷം 11 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും മൺസൂൺ വരണം. ഇത്തവണ മൺസൂൺ കുറവായിരിക്കുമെന്നൊരു പ്രവചനം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് മാർച്ച് മുതൽ നമ്മുടെ ജലവൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കേണ്ടതായിരുന്നു. അത് നമ്മൾ കുറച്ചില്ല. അത് അതുപോലെ തന്നെ തുടർന്നു. കഴിഞ്ഞ മുൻ വർഷങ്ങളിലേതുപോലെ അതുപോലെ ജലവൈദ്യുതിയുടെ ഉപഭോഗം നമ്മൾ തുടർന്നു. അതുകൊണ്ട് ജലത്തിന് നിരപ്പ് താന്നു. ജൂണിൽ നിരപ്പ് പൊങ്ങിയില്ല. അതാണ് അതിലൊരു കാര്യം. രണ്ടാമതൊരു പ്രശ്നം, ഇപ്പൊ UDF പറയുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു കരാർ, ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ 4 രൂപ 30 പൈസയ്ക്ക് അടുത്ത കുറെ വർഷങ്ങളിലേക്ക്, 20-25 വർഷങ്ങളിലേക്ക് നമുക്ക് 800 മെഗാവാട്ട് വൈദ്യുതി തരുന്ന ഒരു ദീർഘകാല കരാർ ഉണ്ടായിരുന്നു. ആ ദീർഘകാല കരാർ അഴിമതിയാണ് എന്ന് പറയുകയും അത് ഇവർ തന്നെ നിയോഗിച്ച ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യുകയും അവസാനം പിന്നെ സർക്കാരിന് മനസ്സിലായി അത് ക്യാൻസലിങ് മാറ്റാൻ വേണ്ടി ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ പോയി കാശ് ചെലവാക്കി. എന്തായാലും രാഷ്ട്രീയമായി ആ തീരുമാനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്ന് വളരെ കൃത്യമാണ്. ഒരു ദീർഘകാല കരാറും നമുക്കുണ്ടായിരുന്നില്ല. നമുക്കുണ്ടായിരുന്നത് മുഴുവൻ ഷോർട്ട് ടൈം, അപ്പൊ പോയി വൈദ്യുതി വാങ്ങുന്നതിന് ഏർപ്പാടായിരുന്നു. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം ഇന്ത്യ ആകെ തന്നെ മൺസൂൺ കുറവ് വരികയും വൈദ്യുതി ഉപഭോഗം കൂടുകയും പ്രത്യേകിച്ചും AI പോലെയുള്ള സംഗതികളിലേക്ക് വലിയ തോതിൽ വൈദ്യുതി കൊടുക്കേണ്ടി വരുന്നു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് പലതരത്തിൽ. ഒന്നോടുകൂടി മിക്കവാറും സംസ്ഥാനങ്ങളൊക്കെ തന്നെ വൈദ്യുതി അവർക്ക് തിരിച്ചു കൊടുക്കാൻ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വന്നു. അതുപോലെ ദേശീയ ഗ്രിഡിലേക്കും വൈദ്യുതി കൊടുക്കുന്നത് പലരും നിർത്തി. ദേശീയ ഗ്രിഡിൽ നിന്ന് കുറവേ വൈദ്യുതി കിട്ടാനുള്ളൂ. അപ്പൊ സ്പോട്ട് ബൈയിങ് കുറഞ്ഞു. അത് UDF വരുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? സ്പോട്ടിൽ വൈദ്യുതി വാങ്ങി കൂടിയ വിലയ്ക്ക്. നമ്മള് 4.30 വൈദ്യുതി കരാർ റദ്ദാക്കി 11 രൂപയ്ക്കും 12 രൂപയ്ക്കും വരെ വൈദ്യുതി വാങ്ങിയിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത്. അതൊരു നയപരമായ തീരുമാനത്തിൽ ഒന്നൊരു തെറ്റാവാം, അതങ്ങനെയല്ല എന്ന് പറയുന്നില്ല. ഏതായാലും അതും കഴിഞ്ഞു. ഇപ്പോൾ ഈ ഗവൺമെന്റ് വരുമ്പോൾ ഇപ്പോൾ ദീർഘകാല കരാർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മാക്സിമം വന്നാൽ ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ ഒക്കെ ഇതാണ് വൈദ്യുതി കൊടുക്കുന്നത്. അത് വന്നോടുകൂടി വൈദ്യുതി അവിടുന്ന് കിട്ടുന്ന വൈദ്യുതിയും കുറഞ്ഞു, കേരളത്തിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയും കുറഞ്ഞു, വൈദ്യുതിയുടെ ഉപഭോഗം കൂടുകയും ചെയ്തു. സ്വാഭാവികമായും ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇത് മറികടക്കണമെങ്കിൽ 2-3 വഴികളുണ്ട്. ഒന്ന് ഈ പറയുന്നതുപോലെ പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങണം. കാരണം ഇവിടെ ഇനി വെള്ളം വന്ന് വൈദ്യുതി ഉണ്ടാവാനൊക്കെ കുറവാണ്. അല്ലെങ്കിൽ അത്ര വലിയ മഴ നമുക്കൊരു അടുത്ത 2 ആഴ്ചക്കകത്ത് ഒരുപാട് മഴ കിട്ടണം, നമ്മുടെ ഇടുക്കിയിലൊക്കെ ജലനിരപ്പ് വല്ലാതെ ഉയരണം, അങ്ങനെ വരാം. അതാണ് താൽക്കാലികമായി ചെയ്യാവുന്ന ഒരു കാര്യം. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി, 200 മെഗാവാട്ടിന്റെ വൈദ്യുതിക്ക് ഒരു കരാറുണ്ട്. ഈ കരാർ വെക്കണമെങ്കിൽ ആദ്യം റെഗുലേറ്ററി കമ്മീഷൻ വേണം. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം സംവിധാനമാണ്. അവര് ഒരു കെടുകാര്യസ്ഥതയുടെ രാജാക്കന്മാരാണ്.
അതിൽ ട്രേഡ് യൂണിയൻ താല്പര്യം മറ്റു പല താല്പര്യങ്ങളും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പൊ മെയ് 19 അധികാരത്തിൽ വന്നു, അതിനുശേഷം കുറെ കാലം കൂടി LDF സർക്കാരിന്റെ ഇലക്ട്രിസിറ്റി ബോർഡാണ് കേരളത്തിൽ അധികാരത്തിലിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്ലാനിങ് സംബന്ധിച്ച് അവർക്ക് ഒരു കാഴ്ചപ്പാടുമില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കാഴ്ചപ്പാടും ഇലക്ട്രിസിറ്റി ബോർഡിനില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എൽനീനോ വരുന്നു എന്ന് കാലാവസ്ഥാ മാറ്റം പറയുമ്പോൾ കാലാവസ്ഥാ മാറ്റം എന്നൊന്നും ഇലക്ട്രിസിറ്റി ബോർഡുകാരെ ആലോചിക്കുക പോലുമില്ല. അപ്പോൾ കാലാവസ്ഥാ മാറ്റം വരുന്നു, അതുകൊണ്ട് നമ്മുടെ ജലവൈദ്യുത ഉപയോഗം കുറയ്ക്കണം എന്ന് അന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കടുത്ത അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ദീർഘകാല കരാർ ഉണ്ടായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. ഇനി ഇപ്പൊ 200 മെഗാവാട്ടിന്റെ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ദിവസം മുഴുവൻ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദിവസം മുഴുവൻ മേടിച്ചാൽ നമുക്ക് ഗുണമില്ല, കാരണം ദിവസം മുഴുവൻ നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വാങ്ങുന്ന ഇലക്ട്രിസിറ്റി പകൽ സമയം ഉപയോഗിക്കുകയും രാത്രി ജലവൈദ്യുത പദ്ധതി കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്ത് അങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്ത് പോകേണ്ടത്. പക്ഷെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. അതിപ്പോൾ തീർച്ചയായും അവരുടെ ഈ പവർ കട്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പവർ കട്ട് ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്, ഇനിയും ഉണ്ടായിക്കൂടാന്നില്ല. കാലാവസ്ഥാ മാറ്റം അനിശ്ചിതമായി പോവുകയാണെങ്കിൽ പവർ കട്ട് വരും. അത് LDF ഗവൺമെന്റ് വന്നുകൊണ്ട് LDF ഗവൺമെന്റ് പോയതുകൊണ്ട് ഇവിടെ പവർ കട്ട് വന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം ശരിയല്ല. അങ്ങനെയാണെങ്കിൽ കാലാവസ്ഥാ മാറ്റമാണ് ഇതിൽ പ്രധാന കാരണം എന്ന് അംഗീകരിച്ചാൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കാലാവസ്ഥാ മാറ്റം കൊണ്ടുണ്ടായ എല്ലാ ദുരന്തത്തിനും ആ ഗവൺമെന്റ് ഉത്തരവാദിയാവുണ്ട്. വയനാട് ദുരന്തമായാലും പ്രളയമായാലും ഗവൺമെന്റ് ഉത്തരവാദിയൊന്നുമല്ലല്ലോ. കാരണം പ്രളയം വർദ്ധിപ്പിച്ചതിന് ഒരു കേസ് ഉണ്ടാവാം, പക്ഷേ പ്രളയമുണ്ടായത് പിണറായി വിജയൻ സർക്കാർ ഇരുന്നുകൊണ്ടാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2 മാസം പോലും ആവാത്ത ഒരു സർക്കാർ നയപരമായൊരു തീരുമാനമോ ദീർഘകാല പ്ലാനിങ്ങോ ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കരാറ് കൊണ്ട് മറികടക്കണം. കൂടുതൽ വൈദ്യുതി വാങ്ങാൻ വേണ്ട സംവിധാനം ഇപ്പൊ 5 രൂപയ്ക്കാണ്, 5 രൂപയാണ്, 6 രൂപ താഴെയാണ് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. 12 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിയൊരു കാലമുണ്ട് ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പൊ തീർച്ചയായിട്ടും ദീർഘകാല കരാറുകളിലേക്ക് പോകേണ്ടി വരും. അത് എത്ര കാലം എടുക്കുമെന്നറിയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ മാത്രമല്ല, ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് പേപ്പറിൽ കണ്ട ഒരു കാര്യം, ഇതേപോലെ സ്റ്റാലിൻ പറഞ്ഞു വിജയ് മന്ത്രിസഭ വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ പവർ കട്ടാണ്. തീർച്ചയായിട്ടും അതെ, ഇതേ അവസ്ഥ തന്നെ അവിടെയുണ്ട്. വെള്ളത്തിന്റെ കുറവുണ്ട്, വൈദ്യുതിയുടെ ചെലവ് കൂടുതലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ 10-15 വർഷമായി എവിടെയും പവർ കട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്തൊന്നും പവർ കട്ടില്ല. ഈ കരാർ വെച്ചതിന് ശേഷം പിണറായി വിജയന്റെ ആദ്യത്തെ കാലത്തും വൈദ്യുതി ക്ഷാമം ഇവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇന്ത്യ തലത്തിലും വൈദ്യുതി ക്ഷാമം ഇല്ല. നമ്മൾ അത് കാണണം. ഇപ്പൊ അതല്ല, ഇന്ത്യ അഖിലേന്ത്യാ തലത്തിൽ തന്നെ വൈദ്യുതി ക്ഷാമം വരുന്നു. AI പോലെയുള്ള സംവിധാനങ്ങൾ അതുകൊണ്ടാണ് വരുന്നത്. ഉൽപാദനം കുറയുന്നു, ഉപഭോഗവും വേറെ രീതിയിൽ കൂടുന്നു. അപ്പൊ ചൂട് വന്നാൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കും. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. മഴയുള്ള കാലത്ത് വൈദ്യുതി ഉപയോഗം കുറയും. അപ്പൊ തീർച്ചയായിട്ടും ദീർഘകാല പ്ലാനിങ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനേക്കാൾ പ്രധാനമായി എപ്പോൾ വൈദ്യുതി കട്ട് ചെയ്യുമെന്നുള്ള വിവരം ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്. അവിടെയാണ് ജനങ്ങൾക്ക് ഏറ്റവും അസ്വസ്ഥമായത്. യഥാർത്ഥത്തിൽ എപ്പോൾ പോകുന്നറിയില്ല, എപ്പോൾ വരുമെന്നറിയില്ല. പവർ കട്ട് ഇവിടെ പിണറായി വിജയന്റെ കാലത്തും പവർ കട്ടൊക്കെ നടപ്പാക്കിയിട്ട് എങ്ങനെയാ? കൃത്യം അരമണിക്കൂർ ഇന്ന സമയം, 7 മുതൽ 7:30 വരെ ഇന്ന പ്രദേശത്ത്, 8 മുതൽ 8:30 വരെ ഇന്ന പ്രദേശത്ത്. ഇത് നേരത്തെ പറഞ്ഞാൽ ആളുകൾ അതിനനുസരിച്ച് ഒരുങ്ങിയിരിക്കും, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഫുട്ബോൾ കളി വന്നു, അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ വൈദ്യുതി ഉപയോഗം വരുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ മുടങ്ങി കഴിഞ്ഞാൽ ആളുകൾക്ക് വല്ലാത്ത ദേഷ്യം വരും. അതിൽ തെറ്റൊന്നുമില്ല. അതും ഇതിനൊരു ഇതായിട്ടുണ്ട്. ഏതായാലും ദീർഘകാലം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ട സമയമായി. കാലാവസ്ഥാ മാറ്റം ഇനിയും ഉണ്ടാവും, അത് കൂടി പരിഗണിക്കണം. ഇപ്പോ സോളാറിന്റെ വർധനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോളാർ വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് ചതുർത്ഥിയാണ്. നിങ്ങൾ സോളാർ വയ്ക്കുന്ന പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ഇഷ്ടമല്ല. കാരണം എന്താ, അവർക്ക് അതാണ് പ്രശ്നം. കേരളത്തിലെ ഒരു 20% വീടുകളിലെങ്കിലും സോളാർ വൈദ്യുതി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. വലിയ വീടുകളാണ് നമ്മുടെ വീടുകൾ പലതും. സോളാർ കൊണ്ടുവരാൻ കഴിയുന്ന സ്ഥലം 20%, 30% വീടുകളിൽ സോളാർ കൊണ്ടുവരാം. അങ്ങനെ സോളാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അത് ഇലക്ട്രിസിറ്റി ബോർഡ് കുറച്ച് പണിയെടുക്കണം. അവർക്ക് തീർച്ചയായും ഇതിന്റെ ഉപഭോഗം കുറയ്ക്കാൻ പറ്റും. അതിന്റെ ചാർജറുകളുടെ ഒക്കെ പ്രശ്നമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല നിർദ്ദേശങ്ങളും ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പീക്ക് അവറിൽ വരുന്ന വെള്ളം, പീക്ക് അവറിൽ ജനറേറ്ററിൽ കൂടി വരുന്ന വെള്ളം തിരിച്ച് പമ്പ് ചെയ്ത് കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് പമ്പ് ചെയ്ത്, അല്ലെങ്കിൽ സോളാർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് അത് വീണ്ടും വൈദ്യുതിയാക്കി മാറ്റുന്ന പണിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഇലക്ട്രിസിറ്റി ബോർഡ് ആലോചിക്കണം. എങ്കിൽ മാത്രമേ ഏതെങ്കിലും ഗവൺമെന്റിന്റെ പ്രശ്നം എന്നുള്ളതിനപ്പുറത്ത് ഇത് ദീർഘകാലം പരിഹരിക്കാൻ കഴിയൂ.